ഞങ്ങളുടെ ഓമന നേതാവിനെ ഞങ്ങളുടെ ഓമന നേതാക്കളെ നമസ്കാരം. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ചതുമായ സംഭവത്തിൽ കേരളം അങ്ങോളം ഇങ്ങോളം സമാനതകളില്ലാത്ത പ്രതിഷേധം ഇരമ്പുകയാണ്. പലയിടത്തും ഈ പറയുന്ന പ്രതിപക്ഷ BJP-കാരും കോൺഗ്രസ് എല്ലാവർക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. ഒരു പോലീസിൻ്റെ നല്ല നായാട്ട് തന്നെയാണ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടാണ് ഷാഫി പറമ്പിൽ എംപിയെ ക്രൂരമായി മർദ്ദിച്ചത്. അദ്ദേഹം മുഖ്യ ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിലായിരുന്നു. ഇന്ന് ഇപ്പോൾ വർക്കലയാണ്. വർക്കല മൈതാനത്ത് മത്സ്യ കോൺഗ്രസ് അതുപോലെ കർഷക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ധർണയും പ്രതിഷേധവും നടക്കുകയാണ്. ശബരിമലയിലെ സ്വർണ്ണ കള്ളക്കടത്ത് അതിനെ സംബന്ധിച്ച് ശക്തമായ പ്രതിഷേധ സമരങ്ങൾ കേരളമാകെ നടക്കുന്നതിന്റെ ഭാഗമായി ഷാഫി പറമ്പിൽ MP കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ യുവ നേതാക്കളുടെ ആവേശകരമായ MP ആ MPയെ ക്രൂരമായി ജനാധിപത്യ മര്യാദ അനുസരിച്ച് സമരം ചെയ്ത് അതിക്രൂരമായി മർദ്ദിച്ച പോലീസിനെതിരെയുള്ള ശക്തമായ സമരമാണ് മത്സ്യത്തൊഴിലാളി വർക്കല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ വർക്കല മൈതാനത്ത് തിങ്ങിക്കൂടിയ ഈ നേതാക്കൾ അല്ലെങ്കിൽ സഹപ്രവർത്തകർ. ഈ ജാഥയിൽ പങ്കെടുക്കാനെത്തിയ ഈ ജാഥയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നൌഷാദ് തയ്യിൽ ബ്ലോക്ക് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ സുമയ്യ, ശ്രീ ഷുക്കൂർ അരിവാളം, ശ്രീ സലാഹുദ്ദീൻ, ശ്രീ റാഫി, അതുപോലെ തന്നെ മണ്ഡലം പ്രസിഡന്റുമാരായ MH സലിം, ഇബ്രാഹിം ഉൾപ്പെടെ ഓരോരുത്തരുടെ പേര് എടുത്ത് പറഞ്ഞ സമയം നമുക്ക് വൈകിയതുകൊണ്ട് എല്ലാവരും ശ്രീ ഷുക്കൂർ ഉൾപ്പെടെ ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കാനെത്തിയ മത്സ്യത്തൊഴിലാളികളെയും കോൺഗ്രസിന്റെയും ഒക്കെ പ്രിയങ്കരായ നേതാക്കളെ, പ്രിയങ്കരായ വർക്കലയുടെ നാട്ടുകാരെ, നമുക്കറിയാം ഈ 9-9.5 വർഷക്കാലമായി പിണറായി സർക്കാർ നടത്തി വരുന്ന കൊള്ളത്തരങ്ങളുടെ മറ്റൊരു മുഖമാണ് ശബരിമലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ശബരിമലയിൽ ഇത്രയും അയ്യപ്പ ഭക്തന്മാരെ കണ്ണ് മൂടി കെട്ടിവെച്ചുകൊണ്ട് കഴിഞ്ഞ 3-4 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ സ്വർണ്ണപ്പടി മുതൽ സ്വർണത്തിൽ ഉണ്ടാക്കിയ കട്ടളയും ജന്നലും കതക് മുതൽ ചെമ്പിൽ ഉണ്ടാക്കി വെച്ചുകൊണ്ട് അതേ മോഡലിൽ മന്ത്രിയുടെയും അവിടെ ഇരിക്കുന്ന അമ്പല കമ്മിറ്റിയുടെ അംഗങ്ങളുടെയും രഹസ്യ ദേവസ്വം ബോർഡിന്റെ എല്ലാവരും കൂടെ അറിവോടുകൂടി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പിണറായി വിജയന്റെ മകൾ തട്ടിപ്പ് നടത്തുന്നതിന്റെ മറ്റൊരു മുഖമായി ഇതെല്ലാം കബളിപ്പിച്ച് വെച്ചുകൊണ്ട് നടത്തിയ സ്വർണ്ണ തട്ടിപ്പ് കേരളം കണ്ടതിൽ ഏറ്റവും ആളുകൾ ഒത്തൊരുമിച്ച് എത്തുന്ന ദേവാലയം. വർഷങ്ങളായി അയ്യപ്പ ഭക്തന്മാർ അവരുടെ നെഞ്ചോടണയിച്ച് അവിടെ അവരുടെ ഭക്തി സാന്ദ്രമായി ജനങ്ങൾ തിങ്ങി വിളയുന്ന ശബരിമല, ആ ശബരിമല പോലത്തുള്ള പുണ്യസ്ഥലങ്ങൾ ഇത്രയും രീതിയിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി തിരുവനന്തപുരം ശ്രീ പത്മനാഭ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അത്രയും വിഷയങ്ങളിൽ ഉണ്ടായപ്പോൾ ഒരു ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഒരു MP എന്നുള്ള രീതിയിൽ അവിടുത്തെ കോൺഗ്രസിന്റെ ഒരു പ്രതിപക്ഷ പക്ഷം എന്നുള്ള രീതിയിൽ അവിടെ പ്രതിഷേധിച്ച് ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഹൈക്കോടതിയിൽ ഉത്തരവ് നൽകി. ഹൈക്കോടതി എന്താണ് ഉത്തരവിട്ടത്? ഇത്തരം തെമ്മാടികളുടെ ഉണ്ണികൃഷ്ണൻ നമ്പൂരി പോലുള്ള പോറ്റിയുടെ മണ്ടയിൽ ഇവന്മാർ അത് സ്ഥാപിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടലോടി ശ്രീ VD സതീശന്റെ ശക്തമായ ഇടപെടലോടി അവിടെ പറഞ്ഞു ആ പ്രതികളെ ഇതിൽ കൃത്യമായി സത്യ അന്വേഷണം നടത്തി അതിനെ FIR ഇട്ട് അന്വേഷിക്കാനുള്ള ഓർഡർ വന്നു. ആ ഓർഡർ പ്രകാരം ഇവർക്ക് ഈ കള്ളത്തരങ്ങൾ പൊളിഞ്ഞ് ഇവന്മാരുടെ മന്ത്രി വാസവൻ ഉൾപ്പെടെ അകത്താവും എന്നുള്ള തിരിച്ചറിവിൽ ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങി നിൽക്കുന്ന ജനങ്ങളുടെയും അമ്മമാരുടെയും സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും ചെറുപ്പക്കാരുടെയും ആവേശകരമായ MP ശ്രീ ഷാഫി പറമ്പിൽ MP ആ MP ഇവിടെ സമരം നടത്തിയപ്പോൾ അവർ പറഞ്ഞു അവർ കരുതിക്കൂട്ടി തെരഞ്ഞു വെച്ച് പോലീസിനെ നേരത്തെ തയ്യാറാക്കി നിർത്തി ഒരു MPയുടെ മുഖം ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിലായപ്പോൾ അവർ പറയുകയാണ് അത് ഷാഫി ഷോ ആണെന്ന്. ഷാഫി ഷോ നടത്തി ഈ ഇലക്ഷനിൽ, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഷാഫിയുടെ ഷോ അവർ കണ്ടതാണ്. ആ ഷോയുടെ ഉപകാരമായി നമ്മുടെ ടീച്ചർ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരിച്ച ടീച്ചർ അവിടെയും തോറ്റി MP ആയിട്ട് മത്സരിച്ചപ്പോൾ ഷാഫി പറമ്പിന്റെ ഷോയുടെ ഭാഗമാണ് 1,14,000 വോട്ടിന് തോറ്റുകൊണ്ട് ഈ ഇരിക്കുന്ന ഷോയുടെ ഭാഗം പ്രിയപ്പെട്ട ടീച്ചർ വീട്ടിലിരിക്കുന്നത്.
അപ്പൊ ഇതൊക്കെ ഇവർക്കുള്ള അടിവേർ തോണ്ടിയുള്ള ഇവരുടെ നാശത്തിന്റെ പാത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ MP-ക്കെതിരെയുള്ള മർദ്ദനവും അതുപോലുള്ള പിണറായിയുടെ മക്കൾക്കെതിരെ മോൾക്കെതിരെ ആദ്യം അന്വേഷണം വന്നു. ഇപ്പൊ മകന്റെ എതിരെയുള്ള അന്വേഷണം ED ഉൾപ്പെടെ ഇടപെട്ട് അന്വേഷിക്കുന്നത് എന്റെയൊക്കെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ നിയമസഭയിലുള്ള ഇടപെടലിലൂടെയാണ്. അത്തരം വിഷയങ്ങളിൽ ഈ ജനപ്രതിനിധികളെ ഇത്രയും ശക്തമായ സത്യസന്ധമായിട്ട് എതിർക്കുന്ന പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കാനാണ് പിണറായി സർക്കാർ മുതിരുന്നെങ്കിൽ ഇനി കേവലം ഒരു 3, 4 അല്ലെങ്കിൽ 6 മാസം വരെ ഈ വൃത്തികെട്ട ഭരണം തുടരുകയുള്ളൂ. അതുപോലെ ഇതിന് കൂട്ടുനിൽക്കുന്ന പോലീസ്, ഇവിടുത്തെ വർക്കല പോലീസിന് ഉൾപ്പെടെ പറയാണ് ഇതുപോലുള്ള ചെറിയ കള്ളന്മാർക്ക് തിങ്ങിപ്പാർക്കുന്ന ഈ വർക്കല. ഇവിടെ ഒരു MLA ഉണ്ട്. ഇവിടെ MLA ഞങ്ങൾക്കെതിരെയുള്ള 2 കേസെടുക്കുകയുണ്ടായി. കഴിഞ്ഞ ഇതേപോലുള്ള വിഷയത്തിൽ വെട്ടൂർ പഞ്ചായത്തിൽ 4 വർഷം പഴക്കമുള്ള മരുന്നുകൾ അവിടെ സ്ഥാപിച്ചിട്ട് പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് പുതിയ മരുന്നുകൾ അടിച്ചു മാറ്റി വിൽക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ വെട്ടൂർ പഞ്ചായത്ത് കണ്ടുപിടിക്കുകയുണ്ടായി. അത് കണ്ടുപിടിക്കുന്നതിന്റെ ഭാഗമായി അവിടെ ചോദ്യം ചെയ്തപ്പോൾ അവിടെയും ഞങ്ങൾ മര്യാദയ്ക്ക് ഇതേപോലെ കൊടിവെച്ച് പ്രതിഷേധിച്ച് ജനങ്ങളെ അറിയിച്ച് ആ ജനങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള മരുന്നുകൾ അവിടെ തടസ്സപ്പെടുത്തിയതിൽ ഞങ്ങൾക്കെതിരെ അവിടെ സ്വയമേ ഒരു ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ ഒരു മെമ്പർ CPM-ന്റെ മെമ്പർ ഒരു ഗ്ലാസ് ചില്ലടിച്ച് പൊട്ടിച്ചിട്ട് ഞങ്ങളുടെ പേര് PDPP ആക്കിയിട്ട് കേസെടുത്തു. ഇവിടെ നിന്ന് ഈ പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇതിന്റെ അതിർത്തിയിൽ വെച്ച് CPM-ന്റെ ചില ഗുണ്ടകൾ ഞങ്ങൾക്ക് അടിക്കാൻ വന്നു. ഞങ്ങൾ ഗാന്ധിജിയൊന്നുമല്ല, ഞങ്ങൾക്കെതിരെ പോലീസല്ല, ആരായാലും മര്യാദയോട് കാണിച്ചു വന്നാൽ തിരിച്ചടിക്കാനുള്ള ശക്തി ഞങ്ങൾക്കുണ്ട് എന്ന് കൂടി അവിടെ തെളിയിച്ചു. അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പിണറായി സർക്കാരിനെ വേട്ടയാടുകയാണ്. SNC ലാവണി തുടങ്ങി കരിമടൽ, സ്വപ്ന, ശിവശങ്കരൻ, സ്പ്രിംഗർ തുടങ്ങി ഒരുപാട് പറയാൻ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒടുവിൽ വന്ന് നിൽക്കുന്നത് പിണറായിയുടെ മകന്റെ പേരിൽ, പിണറായിയുടെ മകൻ വിവേകിന്റെ പേരാണ് ഒടുവിൽ ഈ ആരോപണങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഇത് ഈ ഇത്തരം ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടിയാണോ പോലീസ് ഇപ്പോൾ നരനായിട്ട് നടത്തുന്നത്? 100% ശബരിമലയിൽ നടന്ന വൻ കള്ളക്കടത്ത്, സ്വർണ്ണ കള്ളക്കടത്തിന് അത് മറയ്ക്കുന്നതിനായി ഞങ്ങളുടെ MP ഉൾപ്പെടെ ഞങ്ങളുടെ സഹപ്രവർത്തകർ അതിക്രൂരമായി പിണറായി പോലീസ്, ഗുണ്ട പോലീസ് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഈ സമരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇതുപോലുള്ള യുവമാരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനായി ഞങ്ങളെ ഉൾപ്പെടെ ഇവിടെ വർക്കലയിൽ കള്ളക്കേസിൽ കുടുക്കിയതുൾപ്പെടെ ഈ ഷാഫി പറമ്പിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ഞങ്ങളുടെ MP-യോ MLA-യോ ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളിയോ INTC-യോ യൂത്ത് കോൺഗ്രസിന്റെ KS-ന്റെയോ ആരെങ്കിലും ഒരു ചെറുവിരൽ തൊട്ടാൽ സ്റ്റേഷൻ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ കത്തിക്കുന്ന നടപടിയായിരിക്കും ഇനി വരും കാലങ്ങളിൽ അവർ കാണാൻ പോകുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ വീണായിരുന്നു അവസാനം, ഇപ്പതാ വിവേകം വന്നിരിക്കുന്നു. ഈ പറയുന്ന പഠിക്കാൻ വേണ്ടിയുള്ള കാശ് കരിമണലിന്റെ മുകളിൽ ഇരുന്ന് മാച്ചെന്ന് പറയുന്നു. ഇതൊക്കെ ആരോപണങ്ങൾ മാത്രമാണോ? ആരോപണമല്ല, സത്യമാണ്. ഇവർ ആദ്യം എവിടെ തുടങ്ങിയെന്നറിയോ? ചത്തവരുടെ പെൻഷൻ തിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ പിന്നെ സ്വർണം കാണുമ്പോ ഒരു അമ്പാളിപ്പ്, എവിടെ സ്വർണം കണ്ടാലും കൈവച്ച് വലിക്കല്. ഇപ്പൊ എന്താണ് ലാസ്റ്റ് വലിച്ചത്? എവിടെ നിന്നാണ്? ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രത്തിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്ന് വലിച്ച് സ്വർണം കണ്ടാൽ ഇവർക്കൊരു അന്താളിപ്പാണ്. അത് ചെറിയ കുട്ടി സഹാക്കൾ തൊട്ട് വലിയ ഇരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ സ്വർണം കണ്ടാൽ ഇവർക്ക് അന്താളിപ്പാണ്. ഏതായാലും RSS-നെ കൂട്ടുപിടിച്ചുള്ള ഈ നരനാരായിട്ട് RSS-ഉമായിട്ട് ചേർന്നുള്ള ഇവിടെ ED അന്വേഷണം മുതൽ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിക്കെതിരെ 24 48 മണിക്കൂറും ചോദ്യം ചെയ്തു. അതുപോലെ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ, ഞങ്ങളുടെ ജനനേതാവായ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ ഈ കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയ കള്ളത്തരങ്ങൾ, ഒരു സരിതയുടെ പേരിൽ, ഒരു സോളാറിൻ്റെ പേരിൽ ഉണ്ടാക്കിയ അദ്ദേഹത്തെ ഇരുത്തി കുരുതി കൊടുക്കുന്ന രീതിയിലുള്ള പല ആക്ഷേപങ്ങളും സഹിച്ച ഈ സർക്കാർ നടത്തിയ നരനാരായട്ടിൻ്റെ വേറൊരു മുഖം, ഒരു കൊള്ള മുഖമാണ് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതുപോലെ ഇനിയും ആവർത്തനം ഉണ്ടായാൽ ഇതിന് അവസ്ഥ ഞങ്ങളിവിടെ മരണം കാണുന്നവരെ ഓരോ കോൺഗ്രസ്സുകാരും ഒരു വിരലുണ്ടെങ്കിൽ അത് തുടിക്കുന്നത് വരെ ഇനിയും സമരമുറകൾ ഉണ്ടാവും എന്ന് മാത്രമേ അവസരത്തിൽ അറിയിക്കുന്നു. ഏതായാലും ഈ പറയുന്ന ഒരു MP-യൊക്കെ പരസ്യമായി മൂക്കടിച്ച് പൊട്ടിക്കുന്നതൊക്കെ നാടാടെയാണ്. 1 രൂപ കൈ കിട്ടിയാൽ വഞ്ചിയിലിടാൻ പറ്റുന്നില്ല, സംഘമെന്ന ബാങ്കിൽ കൊണ്ടിടാൻ പറ്റുന്നില്ല, ദൈവത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നില്ല. ഈ കള്ളന്മാർക്ക് കാലം മറുപടി വരുന്ന ഒരു കാലം വരും. കാത്തിരുന്നോ പിണറായി, കാത്തിരുന്നോ. ഏതായാലും 2023 ED സമൻസ് അയച്ചതാണ്. 2025 അത് പുറത്തു വന്നത്. എന്തുകൊണ്ടെന്ന് നമുക്ക് ഒരുമിച്ച് നല്ല രീതിയിൽ ചോറ് തിന്നുന്ന ആൾക്കാരിലെ നമ്മൾ ചിന്തിക്കാവുന്ന കാര്യമാണ്. RSS-ഉമായിട്ടുള്ള നല്ല രാഷ്ട്രീയമായിട്ട് അവരല്ലാതെയും രീതിയിലുള്ള സഹകരണം കൊണ്ടാണ് ഈ 2023 വന്ന സമൻസ് ഇതുവരെ വരാത്തത്. ഈ 2025 വന്നത്. ഈ ചെറിയൊരു ഷാഫി പറമ്പിൽ ആക്രമിക്കുന്ന വീഡിയോ ഉണ്ട്. പോലീസുകാരെ എത്തിയാൻ അടിക്കുന്നത്, അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തിട്ട് എത്തിയാൻ അടിക്കുന്നത്. എന്നിട്ട് പോലും അത് ഷാഫി ഷോ എന്ന് പറഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇവർ ആഘോഷിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ മറവ് വരുത്താൻ വേണ്ടിയിട്ടാണ്. സ്വർണം മോഷ്ടിച്ചതിന്റെ
മറവ് വരുത്താൻ വേണ്ടിയിട്ട് ഷാഫി പറമ്പലിന് നേരെ കൈപൊക്കിയത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അങ്ങോട്ട് തിരിയട്ടെ, ഇവരുടെ മോഷ്ടിച്ച സ്വർണത്തിൻ്റെ കേസ് മാറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ജനങ്ങൾ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെ അടിച്ചത്. അല്ലാതെ വെറുതെ അല്ല. ആ സ്വർണം മോഷ്ടിച്ചത് ജനങ്ങൾ അറിഞ്ഞപ്പോൾ അതിന് ഒരു മറവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെതിരെ ഇപ്പോൾ ഈ ഒരു പ്രശ്നം അവരുണ്ടാക്കിയത്. മന്ത്രിയുടെ മകൻ്റെ പേര് ഒരു ആരോപണമായിട്ടും ഒരു പരാതിയായിട്ടും വരുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഒരു മുഖ്യമന്ത്രിയുടെ മകൻ്റെ പേരിലാണ് അങ്ങനെ ഒരു കേസ് ഈ ആദ്യമായിട്ടുള്ള ഒരു പരിപാടി വരുന്നത്. സോഷ്യൽ മീഡിയയിലെ വ്യാപകമായ പ്രചാരണം ഷാഫി പറമ്പിൽ മൂക്കിൽ ഒഴിച്ചത് ചുമന്ന മഷി എന്നാണ് എന്ന് പറയാറുണ്ട്. അയ്യോ, അത് ചുമന്ന മഷി എന്നല്ല, കറക്റ്റ് ബ്ലഡാണ്. അത് മനുഷ്യന്മാരെ കണ്ടാൽ മനസ്സിലാവില്ലേ? ഇടിച്ച് പഞ്ചറാക്കിയിട്ട് ചുമന്ന മഷിയാണെന്നോ? എന്ത് വർത്താനമാണ് പറയണത്? അതിനെക്കുറിച്ച് SP പറഞ്ഞ എന്താണെന്നറിയാമോ? ആദ്യം മുകളിൽ നിന്ന് ആലിപ്പഴം വീണാണ് ആ മൂക്ക് മുറിഞ്ഞതെന്നാണ് SP പറഞ്ഞത്. അവസാനം SPക്ക് സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് SP ഉടനെ മനം മാറ്റി പറഞ്ഞു അത് ഞങ്ങളുടെ ഇടയിലുള്ള ഏതോ ഒരു പോലീസുകാരൻ അടിച്ചതാണെന്ന്. അത്രയും അവർക്ക് തന്നെ ഇത് കൺഫ്യൂഷനായിരിക്കുകയാണ്. ഇത് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വയ്യാത്ത ഒരു രീതി. ഈ ചുവന്ന മഷിയും ഈ ചുവന്ന ആലിപ്പഴവും ഇനി പള്ളം മാറി വരുമ്പോൾ അവിടെ തന്നെ കാണണം. ഇത് അവിടെ നിന്ന് ചൊരിയും. ഇത് 1-2 മൂക്കിന്നല്ല, ലക്ഷക്കണക്കിന് മൂക്കിന് ചൊരിയും. ഇത് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പറയുന്നതല്ല, ഇന്റർനാഷണൽ കോൺഗ്രസ് പറയുന്നതാണ്. കാലം മറുപടി വീട്ടുക തന്നെ ചെയ്യും. ഷാഫി പറമ്പിൽ പോലുള്ള ഒരു MP-നെ, അതായത് ജനങ്ങളിൽ ഇത്രയും സ്വാധീനമുള്ള ഒരു MP-നെ ഒരു പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ ഒരു മികച്ച സേനയെന്നൊക്കെ വാഴ്ത്തുപാടുകളുണ്ടായിരുന്ന കേരള പോലീസ് ഒരു ജനപ്രതിനിധിക്ക് മേലിൽ നടത്തുന്ന അതിക്രമങ്ങളെ ശരിക്കും ആദ്യം തന്നെ പാർട്ടി അപലപിക്കുകയാണ്. ഇത്തരം വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് അപലപിക്കുകയാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള നടപടികൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കേരള പോലീസ് വിവേചനപരമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പം റൂറൽ SP തന്നെ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയപരമായിട്ട് നോക്കിക്കാണേണ്ട വിഷയങ്ങളെ, അതായത് ശബരിമല പോലെയുള്ള വളരെയധികം സമ്പത്തുള്ള ക്ഷേത്രങ്ങൾ, അതായത് കേരളത്തിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡായാലും മലബാർ ദേവസ്വം ബോർഡായാലും കൊച്ചിൻ ദേവസ്വം ബോർഡായാലും കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള കൊള്ളയും അഴിമതിയും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യാപകമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പുറത്ത് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനകീയ സമരങ്ങളെ കേരള സർക്കാർ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ഷാഫി പറമ്പിലിൻ്റെ മൂക്കിനേറ്റ അടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തത്, പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റികൾ ശരിക്കും പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടിടം മുന്നോട്ട് നടക്കുന്നുണ്ട്. ഒരു പൊതുപ്രവർത്തകനോ അല്ലെങ്കിൽ ജനപ്രതിനിധിക്കോ ഏൽക്കേണ്ട ഇത്തരത്തിലുള്ള പ്രഹരം സമൂഹത്തിന് നൽകുന്ന ഒരു ദുരുദ്ദേശപരമായിട്ടുള്ള ഒരു ഉദ്ദേശമുണ്ട്. ശരിക്കും അത് CPM പോലത്തെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ DYFI പോലത്തെ ഉള്ള യുവജന സംഘടനയ്ക്ക് ദോഷകരമായ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. അവർ നൽകുന്ന ഉദ്ദേശം, അവർ നൽകുന്ന സന്ദേശം ശരിക്കും കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും യോജിക്കുന്നതായിരിക്കില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടി വളരെ വ്യക്തമായിട്ട് അപലപിക്കുന്നതിന് വേണ്ടിയിട്ടും ഷാഫി പറമ്പിൽ MP-ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ ഇവിടുത്തെ നടന്ന പ്രതിഷേധം. ഇനിയും ഞങ്ങളുടെ ശക്തമായ സമരങ്ങളുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു MP-യെ പരസ്യമായി റോഡിലിട്ട് മൂക്കടിച്ച് പൂട്ടിക്കുന്നതൊക്കെ ഇവിടെ സംസാര നടപടിയാണ്. ഇത് MP ആണെന്ന് പോലും പോലീസുകാർ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോൾ ചില സംശയങ്ങളൊക്കെ തോന്നുകയാണ്. കാരണം ശബരിമലയിലെ സ്വർണം കാണാതായിട്ട് കുറേ കാലമായി. ഇത് മറയ്ക്കാൻ വേണ്ടിയാണോ പിണറായി സർക്കാർ സ്ത്രീ പ്രവേശനമൊക്കെ നടത്തിയതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതി ചൂണ്ടിക്കാണിയിട്ടുണ്ട്, സ്വർണം പോയിട്ടുണ്ട്. കട്ടവൻ ആരായാലും അത് അനുഭവിക്കുക തന്നെ ചെയ്യുന്നത് എല്ലാവരും പറയുന്നുണ്ട്. അതിനെതിരെയുള്ള പ്രതിഷേധത്തിനിടയിലാണ് ഷാഫി പറമ്പിലിന്റെ മൂക്കടിച്ച് പൊട്ടിച്ചത്. സ്പെയിൻസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.